എല്ലാവർക്കും നമസ്കാരം. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന ചാപ്റ്റർ 2 വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. സോ വാട്ട് ഈസ് പൊല്യൂഷൻ? ദ ഡെഫിനിഷൻ ഓഫ് പൊല്യൂഷൻ ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ് ഇൻ ടു ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് കോസസ് ഇൻസ്റ്റെബിലിറ്റി, ഡിസോർഡർ, ഹാം ഓർ ഡിസ്കംഫേർട്ട് ടു ദ ഇക്കോസിസ്റ്റം. അതായത് പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് മാറ്റം വരുത്തുന്ന, ആ സ്വാഭാവികത നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ പ്രകൃതിയുടെ നാച്ചുറാലിറ്റീനെ നശിപ്പിക്കുന്ന സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ നമ്മൾ പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കും. എനി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഓർ ഫാക്ടേഴ്സ് ലൈക്ക് ഹീറ്റ്, റേഡിയേഷൻ ഓർ നോയ്സ് which causes environmental pollution is called a pollutant. Okay, then types of pollution. പൊല്യൂഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റ് ബീയിങ് പൊല്യൂട്ടഡ്. ഏത് എൻവയോൺമെൻ്റ് ആണോ, അതായത് എയർ ആണോ, വാട്ടർ ആണോ, സോയിലാണോ എന്നതിനനുസരിച്ച് നമുക്ക് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഏജൻറ്റ്സ് ഓർ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് പൊല്യൂഷൻ. സോ നോയ്സ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. സോ ഏത് ഫാക്ടർ ആണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് നോയ്സ്, തെർമൽ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻ്റ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ, കാർബൺ മോണോക്സൈഡ് പൊല്യൂഷൻ, ലെഡ് പൊല്യൂഷൻ, മെർക്കുറി പൊല്യൂഷൻ, പെസ്റ്റിസൈഡ് പൊല്യൂഷൻ, സ്മോക്ക് പൊല്യൂഷൻ. ഇതേപോലെ ഏത് ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ്റ് ആണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നനുസരിച്ചാണ് നമ്മൾ ഇത്തരം ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, ഇനി ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അതിനു മുമ്പേ ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്. ഇപ്പം നമ്മൾ ടൈപ്സ് ഓഫ് പൊല്യൂഷനാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ പൊല്യൂട്ടൻറ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഒന്നാമത്തത് ഡീഗ്രേഡബിൾ ഓർ നോൺ പെർസിസ്റ്റൻ്റ് പൊല്യൂട്ടൻസ്. ഡീഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. പൊല്യൂട്ടൻസ് വിച്ച് ആർ ഡീഗ്രേഡബിൾ ബൈ നേച്ചുറൽ മീൻസ്. നാച്ചുറലായിട്ട് തന്നെ ആ പൊല്യൂട്ടൻസ് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതിന്, മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ആക്ഷൻ്റെ ഫലമായിട്ട് അത് നാച്ചുറലായിട്ട് തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതാണ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കിച്ചൺ വേസ്റ്റ്, ഡൊമസ്റ്റിക് സീവേജ്, ഇതൊക്കെ ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ പെർസിസ്റ്റൻ്റ് പൊല്യൂട്ടൻസിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് സ്ലോലി ഡീഗ്രേഡബിൾ ഓർ പെർസിസ്റ്റൻ്റ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് വിച്ച് റിമെയിൻ ഇൻ ദ എൻവയോൺമെൻറ്റ് ഇൻ ആൻ അൺചേഞ്ച്ഡ് ഫോം. അൺചേഞ്ച്ഡ് ഫ്രം എന്നാണ് എഴുതിയത്, അത് ഫോം എന്നാണ്. ഫോം ഫോർ ഡിക്കേഡ്സ്. സോ ഒരുപാട് കാലങ്ങൾ മണ്ണിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് സ്ലോലി ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പെസ്റ്റിസൈഡ്സ് ലൈക്ക് DDT, പ്ലാസ്റ്റിക്സ് എക്സെട്ര. സോ ഇതൊക്കെ സ്ലോലി ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ഇതെന്താണ്? ഇത് ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾസ് ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, കാഡ്മിയം, മെർക്കുറി. ഇത്തരത്തിലുള്ള പൊല്യൂട്ടൻസ് ഇത് നാച്ചുറലായിട്ട് ഡീഗ്രേഡ് ചെയ്യാത്തതാണ്. ഓക്കെ, സോ ആദ്യത്തെ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ. ഇനി ഓരോ തരത്തിലുള്ള പൊല്യൂഷനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തേത് എയർ പൊല്യൂഷൻ. സോ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് എയർ ബൈ അൺഡിസയറബിൾ സബ്സ്റ്റൻസസ് ഹാവിങ് എ ഡെട്രിമെൻ്റൽ എഫക്റ്റ് ഓൺ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എയറിൽ ഉള്ള കണ്ടാമിനേഷൻ, അതിനാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. An air pollutant is any substance or agent that causes air pollution. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെ എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയും. അതിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഒന്നാമത്തത് ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് ലൈക്ക് കാർബൺ ഓക്സൈഡ്സ്, അതായത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഇതുപോലുള്ളത്, നൈട്രജൻ്റെ ഓക്സൈഡ്സ്, സൾഫറിൻ്റെ ഓക്സൈഡ്സ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഇതേപോലുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾസൊക്കെ ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസിൽ വരും. ദെൻ പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്, അതായത് മെറ്റാലിക് പാർട്ടിക്കിൾസ്, നോൺ മെറ്റാലിക് ഓർഗാനിക് പർട്ടിക്കുലേഴ്സ്, ഡസ്റ്റ്, സ്മോക്ക്, മിസ്റ്റ്, ഇതൊക്കെ പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസിൽ വരും. സോ എയർ പൊല്യൂട്ടൻറ്റിനെ നമുക്ക് ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് എന്നും പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻ എന്നും വിളിക്കാം. അടുത്തത് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സോഴ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസാണ്. ദെൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ദെൻ ഒരുപാട് ഇൻഡസ്ട്രീസ്, ഇപ്പോൾ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ വോൾക്കാനോസ്, പിന്നെ കാട്ടുതീ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാച്ചുറലായിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ്, ദെൻ ഈ നമ്മുടെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. സോ ഇതിൽ ഈ കാര്യം ഒന്ന് നോക്കുക. പ്രൈമറി പൊല്യൂട്ടൻ, അതായത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ നിന്നും ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂട്ടൻസ്, അതാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ നേരിട്ട് ഫാക്ടറികളിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂട്ടൻ്റാണ്. അതിനെ പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറയും. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് വീണ്ടും പല റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്ന ആൾക്കാരാണ് ഈ സൾഫർ ട്രയോക്സൈഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള ആൾക്കാർ. ഇത് ഫാക്ടറീസിൽ നിന്നൊക്കെ നേരിട്ട് ഇത്തരത്തിൽ വരുന്നതല്ല. പ്രൈമറി പൊല്യൂട്ടൻസിലൂടെ, റിയാക്ഷൻസിലൂടെ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ നോക്കൂ, ഈ ബ്ലൂ കളറുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ. സോ ഇത് ട്രാൻസ്പോർട്ടേഷനാണ്. അതിൽ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഈ ഫ്യൂവൽ കമ്പഷൻ, ഇതൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ വരും. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസിൻ്റെ വഴിയായിട്ട്, ദെൻ സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഭാഗമായിട്ട്, ഫോറസ്റ്റ് ഫയറിലൂടെ, അതർ സോഴ്സസിലൂടെ നമുക്ക് എയർ പൊല്യൂഷൻ കാരണമാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് രണ്ടും കൂടെ, ട്രാൻസ്പോർട്ടേഷനും ഫ്യൂവൽ കമ്പഷനും കൂടെ ചേർത്തിയിട്ട് നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷന് കാരണമാവുന്നത് കാർബൺ മോണോക്സൈഡാണ്. പിന്നെ നൈട്രജൻ ഓക്സൈഡ്സ്, വോളട്ടൈൽ ഓർഗാനിക്സ്, സൾഫർ ഓക്സൈഡ്സ്, ഇതൊക്കെ ബാക്കി വരുന്ന പൊല്യൂട്ടൻസാണ്. ഏറ്റവും കൂടുതൽ കാർബൺ മോണോക്സൈഡ്. എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് കാർബൺ. എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാർബണിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡാണ്. പിന്നെ ഉള്ളത് കാർബൺ ഡയോക്സൈഡാണ്. സോ ആദ്യത്തേത് നമുക്ക് എങ്ങനെയാണ്, ഈ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ മോണോക്സൈഡാണ്. സോ കാർബൺ മോണോക്സൈഡ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഈ ഓർഗാനിക് മെറ്റീരിയൽസിനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുമ്പോൾ, കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുമ്പോൾ, നമുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഉണ്ടാവേണ്ടത്. ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തുമ്പോൾ അത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. ഒരു സോഴ്സ്. രണ്ടാമത്തത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ ഡയോക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഇവിടെ റിഡക്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ആയിട്ട് കാർബൺ മോണോക്സൈഡ് ആവുന്നു. ഇവിടെ നടക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഹൈ ടെമ്പറേച്ചറിൽ ഡീകമ്പോസിഷൻ നടക്കുക, കാർബൺ മോണോക്സൈഡും ഓക്സിജനുമായിട്ട്. സോ ഇത്തരത്തിലാണ് കാർബൺ മോണോക്സൈഡിൻ്റെ ഫോർമേഷൻ ഉള്ളത്. ഇനി നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് കൊണ്ടുള്ള ടോക്സിസിറ്റി എന്താണ്. കാർബൺ മോണോക്സൈഡിന് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ, അതിലൂടെയാണ് നമ്മുടെ ബ്ലഡിലേക്കൊക്കെ ഓക്സിജൻ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഹീമോഗ്ലോബിനും ഓക്സിജനും ഹൈ അഫിനിറ്റി ഉണ്ട്. പക്ഷേ ഓക്സിജനെക്കാട്ടും 200 ടൈംസ് കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനുമായിട്ടുള്ള അഫിനിറ്റി ഉണ്ട്. അതായത്
ഒരേ സമയത്ത് കാർബൺ മോണോക്സൈഡും ഓക്സിജനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും, കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടും, കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് വരും, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ എന്താണ്? ആസ്ഫിക്സിയേഷൻ ഉണ്ടാവും, അതായത് ശ്വാസമുട്ടലുണ്ടാവും. ശ്വാസമുട്ടലുണ്ടായി അത് ക്രിട്ടിക്കലായിട്ട് വരികയാണെങ്കിൽ അത് ഡെത്തിന് വരെ കാരണമാവും. ഓക്കെ, സോ കാർബൺ മോണോക്സൈഡിൻ്റെ പോയ്സണിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആസ്ഫിക്സിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥ, അത് വളരെ ക്രിട്ടിക്കലാവുമ്പോൾ നമുക്ക് എന്താണ്? ഓക്സിജൻ ലെവൽ കുറഞ്ഞ് മരണത്തിന് വരെ കാരണമാവുന്നു. ഇതാണ് കാർബൺ മോണോക്സൈഡിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കാർബൺ ഡയോക്സൈഡ്. ഇത് ആക്ച്വലി ഇത് മോണോക്സൈഡ് അല്ല, ഇത് തെറ്റിപ്പോയതാണ്, കാർബൺ ഡയോക്സൈഡാണ്. ഓക്കെ, ഇത് കാർബൺ ഡയോക്സൈഡാണ്. ഓക്കെ, സോ കാർബൺ ഡയോക്സൈഡ് ആക്ച്വലി ഒരു ടോക്സിക് ആയിട്ടുള്ള ഏജൻ്റ് അല്ല, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ഉണ്ടാവുന്നതിന് കാരണമാവും. എന്താണത്? കാർബൺ ഡയോക്സൈഡ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നമുക്ക് പറയുന്നുണ്ട്. സോ കാർബൺ മോണോക്സൈഡ് ഈ ഒരു കാർബോക്സി ഹീമോഗ്ലോബിൻ വഴി ആസ്ഫിക്സിയേഷൻ അല്ലെങ്കിൽ ലീഡിങ് ടു ഡെത്ത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഫെയ്റ്റ് വരുന്നത്. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ദെൻ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. ഓക്കെ, ദെൻ എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് കാർബൺ നമ്മൾ കഴിഞ്ഞു, ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിൽ പ്രധാനമായിട്ടുള്ള എയർ പൊല്യൂഷന് കാരണമാവുന്ന ഓക്സൈഡ്സ് എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, N2O3, N2O5 ഇത്രയും ഓക്സൈഡ്സാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെ ഉണ്ടാകുന്നത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനും ഹൈ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. സോ ഈ ഒരു കോമ്പിനേഷൻസ്, ഈ പല ഇത് തമ്മിലുള്ള കോമ്പിനേഷൻസ് വഴിയാണ് ഇത്രയും നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ നൈട്രജൻ ഓക്സൈഡ്സ് അതിൻ്റെ ഉണ്ടാവുന്നതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആണ്. ദെൻ എഫ്ലുവൻറ്റ് ഗ്യാസസ് ഫ്രം ഇലക്ട്രിക് പവർ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. സോ ഒരുപാട് ഇൻഡസ്ട്രീസിലൂടെയും ഏറ്റവും കൂടുതലായിട്ട് ഓട്ടോമൊബൈൽ എക്സോസ്റ്റിലൂടെയാണ് നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാകുന്നത്. ദെൻ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് അത് ഹയർ ഡോസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾമണറി ഹെമറേജ് ആൻഡ് പൾമണറി എഡിമ ഉണ്ടാവും. അതായത് ചെസ്റ്റിൽ നമുക്ക് നീർക്കെട്ട്, ദെൻ ഹെമറേജ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണമാവും. അതും ക്രിട്ടിക്കലാകുമ്പോൾ അത് ഡെത്തിന് വരെ കാരണമാകുന്നു. ദെൻ സിഗരറ്റ് സ്മോക്ക് കണ്ടെയ്ൻസ് ഹൈ ലെവൽസ് ഓഫ് NO2 കോസസ് ലങ് ഡിസീസസ് ആൻഡ് ലങ് ക്യാൻസർ. നിങ്ങൾ സിനിമയുടെയൊക്കെ മുമ്പുള്ള പരസ്യത്തിലൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഇത്. അതവിടെ നൈട്രജൻ ഓക്സൈഡ്സ് NO2, നൈട്രജൻ ഡയോക്സൈഡാണ് അവിടെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരാൾ. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അണ്ടർഗോ വേരിയസ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് വിത്ത് ഹൈഡ്രോകാർബൺ പൊല്യൂട്ടൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. സോ ഇത് അതായത് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആരുമായിട്ട്? ഹൈഡ്രോകാർബൺസുമായിട്ട്. സോ നൈട്രജൻ്റെ ഓക്സൈഡ്സ് പ്ലസ് ഹൈഡ്രോകാർബൺസ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇത് സ്മോഗ് ഉണ്ടാക്കും. അതിനാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നടന്ന ഒരു ഫോട്ടോകെമിക്കൽ സ്മോഗാണ് 1994 ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ഇമേജാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനെ ലോസ് ഏഞ്ചൽസ് ടൈപ്പ് സ്മോഗ് എന്നാണ് പറയുന്നത്.
ഈ ഒരു ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ ലോസ് ഏഞ്ചൽസ് ടൈപ്പ് സ്മോഗ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, നൈട്രജൻ ഓക്സൈഡ്സും ഹൈഡ്രോ കാർബൺസും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. ദെൻ നൈട്രജൻ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അത്? ആസിഡ് റെയിന് കാരണമാവും. ആസിഡ് റെയിനിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് സൾഫർ. സൾഫറിന് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന കാരണമാവുന്ന ഓക്സൈഡ്സ് എന്ന് പറയുന്നത് SO2-ഉം SO3-യുമാണ്. സോ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഓക്സൈഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് കത്തുന്നത് വഴിയാണ് അതിൻ്റെ ഓക്സൈഡ്സ് ഉണ്ടാവുന്നത്. കാർബൺ ആയാലും ശരി, നൈട്രജൻ ആയാലും ശരി, സൾഫർ ആയാലും ഇതിനൊക്കെ കത്തിക്കുമ്പോഴാണ് കാർബൺ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. നൈട്രജൻ ആകുമ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഉണ്ടാകുന്നു. സൾഫർ ആകുമ്പോൾ SO2-ഉം SO3 ഉണ്ടാകുന്നു. സോ ബേണിംഗ് ഓഫ് ഹൈ സൾഫർ കണ്ടൻറ്റ് ഫ്യൂവൽസ് in thermal power plants and industries leads to the formation of SO2 and SO3. So sulfur plus oxygen, SO2, SO2 plus oxygen, SO3. So ഇത് ബാലൻസ്ഡ് അല്ല ഈ ഇക്വേഷൻ. ഓക്കെ. ഇത് 2SO2 പ്ലസ് ഇവിടെ ഒരു 2ഉം കൂടെ ഉണ്ട്, ഇവിടെ ഒരു 2ഉം കൂടെ ഉണ്ട്. ഓക്കെ. ദെൻ ലോവർ ഡോസസിൽ ഇത് ഐ നോസ് ത്രോട്ട് ഇറിറ്റൻ്റ് ആണ്. ദെൻ ഡാമേജ് ടു റെസ്പിറേറ്ററി ട്രാക്സ്. ഹയർ ഡോസിൽ സിവിയർ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ലൈക്ക് ബ്രോങ്കൈറ്റിസ്, എംഫസീമിയ, ക്രോണിക് ആസ്മ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓക്സൈഡ്സ് ഓഫ് സൾഫറിൻ്റെ പ്രധാനപ്പെട്ട ടോക്സിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ സൾഫറിൻ്റെ ഓക്സൈഡ്സ് ഏറ്റവും കൂടുതൽ അത് ഒരു സ്മോഗ് ഫോർമേഷനായിട്ട് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയതാണ് 1952-ലെ ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത് അത് വൺ വേർഡ് ടൈപ്പിലായിരിക്കും അധികം ക്വസ്റ്റ്യൻ വരിക. അതിൽ സൾഫർ ഓക്സൈഡ്സ് കാരണമാണ് ഈ ലണ്ടൻ സ്മോഗ് ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇതും അറിയാം, ഇത് അറ്റ്മോസ്ഫിയറിൽ സൾഫറിൻ്റെ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ആസിഡ് ഉണ്ടാവുന്നു, ആസിഡ് റെയിൻ. ഇതും ആസിഡ് റെയിനിന് കാരണമാവുന്നു. ആസിഡ് റെയിൻ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയാം. സോ എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് സൾഫറിൽ സൾഫറിൻ്റെ ഏതൊക്കെ ഓക്സൈഡ്സ് ആണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ടോക്സിസിറ്റി, ദെൻ ലണ്ടൻ സ്മോഗ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ദെൻ ഓസോൺ ലെയർ ഡിപ്ലീഷൻ. സോ വാട്ട് ഈസ് ഓസോൺ? ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ, 3 ഓക്സിജൻ ആറ്റംസ് ചേരുമ്പോഴാണ് O3 ഓസോൺ ഉണ്ടാകുന്നത്. എ ഗ്യാസ് കമ്പോസ്ഡ് ഓഫ് 3 ആറ്റംസ് ഓഫ് ഓക്സിജൻ, ബ്ലൂയിഷ് ഗ്യാസ് ദാറ്റ് ഇസ് ഹാംഫുൾ ടു ബ്രെത്ത്. ആക്ച്വലി ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓസോൺ ലെയർ ഒരു എന്താണ് UV റേഡിയേഷനൊക്കെ തടുക്കുന്ന ഒരു അംബ്രല്ല ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി അത് ട്രോപ്പോസ്ഫിയറിൽ വരികയാണെങ്കിൽ അത് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ആളാണ്. പിന്നെ ഓസോൺ അത് മാത്രമല്ല, നമുക്ക് ഓസോണൈസ്ഡ് വാട്ടറും ഇങ്ങനെ ഒരു ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ആയിട്ട് ഓസോണിനെ യൂസ് ചെയ്യാറുണ്ട്. നിയർലി 90% ഓഫ് എർത്ത് ഓസോൺ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് റെഫേർഡ് ടു ആസ് ദ ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഈ ഒരു 90% ഓസോൺ ലെയറിനെയാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. സോ ഓസോൺ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഓക്സിജൻ പ്ലസ് HNu ഗിവ്സ് അതിൻ്റെ നെയ്സൻ്റ് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. അത് ഓക്സിജൻ മോളിക്യൂൾസിനെ അഗെയിൻ കമ്പൈൻ ചെയ്തിട്ട് ഓസോൺ ഉണ്ടാവും. ഈ ഓസോൺ അഗെയിൻ O2 പ്ലസ് O ആയിട്ട് മാറും. സോ ഓസോൺ ഉണ്ടാകുന്നു, എന്നിട്ട് ആ ഓസോൺ തിരിച്ച് O2. ഇതൊരു ബാലൻസാണ്. ഈ ബാലൻസ് എപ്പോൾ നഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവുന്നു. ഓക്കെ. സോ ഈ ഓക്സിജൻ, നെയ്സൻ്റ് ഓക്സിജൻ പ്ലസ് ഡയറ്റോമിക് ഓക്സിജൻ O2, ഈ റിയാക്ഷൻ നടക്കാതെ വരുമ്പോൾ ഓക്സിജൻ ഉണ്ടാവാതിരിക്കും. അതെങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത് എന്നുള്ളതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ്റെ കെമിസ്ട്രി പറയുന്നത്. സോ ഓസോൺ ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. എന്താണ്?
The stratospheric ozone layer completely stops the penetration of UVC rays and eliminates most of the UVB rays. UVC and UVB raysനെ maximum അത് തടുത്തു നിൽക്കുന്നു. Therefore, the ozone layer protects life on Earth from the harmful effect of solar radiation on a daily basis. Okay, so UVCനെ കംപ്ലീറ്റ് ആയിട്ട് അത് തടുത്തു നിർത്തുന്നു. ദെൻ UVBനെ മാക്സിമം മോസ്റ്റ് ഓഫ് ദ ഹാംഫുൾ റേഡിയേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് എർത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഫ്രം ദ ഹാംഫുൾ റേഡിയേഷൻ. ദെൻ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ആർ മെയിൻലി chlorofluorocarbon CFC or freons and nitrogen oxides. So chlorofluorocarbons and nitrogen oxides ആണ് ഈ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ. സോ CFC chlorofluorocarbon CF2Cl2 ഇത് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഓസോണുമായിട്ട് ചേർന്നിട്ട് ClO ഡോട്ട് പ്ലസ് ഓക്സിജൻ ഉണ്ടാവും. ഈ ClO എഗെയിൻ ClO ആണ്. ClO എഗെയിൻ അറ്റോമിക് ഓക്സിജനായിട്ട് ഈ ഓക്സിജൻ ഫ്രീ റാഡിക്കലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എഗെയിൻ ഉണ്ടാവും. ദെൻ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ പ്ലസ് ഓസോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. കാരണം ഓസോണിനെ ഒരുപാട് ഓസോൺ മോളിക്യൂൾസിനെ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഓസോൺ ഉണ്ടാകുന്നതിൻ്റെ അളവ് വളരെ 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 കുറയുന്നു, ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിട്ട് വരും. ഓക്കെ, സോ ഈ Cl ഡോട്ടാണ് ഇവിടെ ഏറ്റവും അപകടകാരി. ഈ Cl ഡോട്ട് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ഓസോൺ മോളിക്യൂൾസിനെ അത് സ്പ്ലിറ്റ് ചെയ്ത് കളയും. ഓക്കെ, സോ അവിടെ ഓസോൺ പ്രൊഡക്ഷൻ കുറയുന്നു, ഓസോൺ ഡിപ്ലീഷൻ റേറ്റ് കൂടിക്കൂടി വരും. സോ ഈ Cl ഡോട്ട് ആണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, ദെൻ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കാൻ കാരണമായിട്ടുള്ള CFCs ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായിട്ടും ഇതൊക്കെ ഈ CFC നമ്മൾ റെഫ്രിജറൻസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ അതില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി. സോ റെഫ്രിജറൻസ് CFC, നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സ് ആൻഡ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസിലൊക്കെയാണ് നൈട്രജൻ ഓക്സൈഡ്സ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാവുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഫലമായിട്ട് അന്റാർട്ടിക് ആൻഡ് ആർട്ടിക് ഏരിയയിലൊക്കെ ഓസോൺ ലെയർ വളരെയധികം ഡിപ്ലീഷൻ നടന്നതായിട്ട് കണ്ടുപിടിച്ചു. ഇപ്പോൾ അത് ഒരുപാട് റീജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ദെൻ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ. സോ ഹ്യൂമൻസ് ആൻഡ് ലാൻഡ് ആനിമൽസിന് പ്രധാനമായിട്ടും സ്കിൻ ക്യാൻസേഴ്സ്, പ്രീമെച്വർ ഏജിങ് ഓഫ് സ്കിൻ, കാറ്ററാക്ട്സ്, വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുന്നത് കാരണം. ദെൻ ആംഫിബിയൻസിന് ഡെത്ത് ഓഫ് എഗ്സ്, ജനറ്റിക് മ്യൂട്ടേഷൻസ്, റെഡ്യൂസ്ഡ് പോപ്പുലേഷൻസ് ഒക്കെയാണ്. ദെൻ മറൈൻ ലൈഫിന് നോക്കുമ്പോൾ ഡിസ്റപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ, അതായത് സർഫസിലുള്ള ആ പ്ലാങ്ക്ടൺ കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നു, ഫോട്ടോസിന്തസൈസേഴ്സൊക്കെ നശിക്കുന്നു. അത് കാരണം അക്വാട്ടിക് ഓർഗാനിസത്തിനും ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ദെൻ ലാൻഡ് പ്ലാന്റ്സിൽ പ്രധാനമായിട്ടും ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം ഫോട്ടോസിന്തസിസിലാണ് ഇത് ഇൻ്റർഫിയർ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നശിക്കുന്നു. റെഡ്യൂസ്ഡ് ക്രോപ്പ് ഈൽഡ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണമായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. സോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സോളാർ റേഡിയേഷൻസിന് UV വിസിബിൾ ലൈറ്റൊക്കെ ഇതിൽ എർത്തിലേക്ക് വരുന്നു, പ്രധാനമായിട്ടും വിസിബിൾ ലൈറ്റ്. ദെൻ ഈ എന്താണ് അപകടകരമല്ലാത്ത UV റേഡിയേഷൻസും ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് നമുക്ക് എർത്തിൻ്റെ സർഫസിൽ വരും.
സോ ഇത് എർത്തിൻ്റെ സർഫസിൽ വൺസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടും. അതായത് പൊതുവെ അത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നത്. സോ സണ്ണിൻ്റെ റേഡിയേഷൻസ് വന്നു, വിസിബിൾ റേഡിയേഷൻ വന്നു, ഇത് ഹിറ്റ് ചെയ്തിട്ട് ഇത് തിരിച്ച് IR ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഈ IR ആയിട്ടുള്ളത് അത് തിരിച്ച് പോവേണ്ടതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സം ഓഫ് ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, കുറച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പാസ് ചെയ്യും. ദെൻ സം ഓഫ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് റീഎമിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസ് മോളിക്യൂൾസ്. അതായത് ഈ സർഫസിലുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഈ ഒരു താഴത്തെ ഭാഗത്ത് കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പേഴ്സ്, ഇങ്ങനെയുള്ള മോളിക്യൂൾസ്, മീതെയിൻ, ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ഈ തിരിച്ചു പോകുന്ന IR റേഡിയേഷനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ തിരിച്ച് രണ്ടാമതും ഈ സർഫസിലേക്ക് എമിറ്റ് ചെയ്യും. സോ ആദ്യം റേഡിയേഷൻ വന്നു, വിസിബിൾ ലൈറ്റ് വന്നു, IR റേഡിയേഷൻ ഇജക്റ്റ് ചെയ്തു, കുറച്ച് അറ്റ്മോസ്ഫിയറിലൂടെ പോയി, കുറച്ച് ഇവിടെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ IR റേഡിയേഷനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. സോ എന്താണ് IR റേഡിയേഷൻ എന്ന് പറയുന്നത്? ചൂടുണ്ടാക്കുന്നതാണ്. സോ ഈ റേഡിയേഷൻ തട്ടി തിരിച്ചും എർത്തിൻ്റെ സർഫസ് ഇങ്ങനെ ഹീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് നടക്കുക. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് മോളിക്യൂൾസ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ്. അതാരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, മീതെയിൻ പോലുള്ള ആൾക്കാർ ഈ IR റേഡിയേഷനെ ക്യാപ്ചർ ചെയ്തിട്ട് അത് തിരിച്ച് റീഎമിറ്റ് ചെയ്യും എർത്തിൻ്റെ സർഫസിലേക്ക്. അതങ്ങനെ അതൊരു എന്താണ് എഗെയിൻ ആൻഡ് എഗെയിൻ അത് ഹീറ്റിംഗ് ഓഫ് എർത്ത് സർഫസിന് കാരണമാവുന്നു. അത് കാരണം എർത്തിൻ്റെ ടോട്ടൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാർമിംഗ് അപ്പ് നടക്കുന്നു. അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ എഫക്ട്സ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമായിട്ടുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ റൈസ് ഓഫ് സീ ലെവൽ ഇൻക്രീസ് ആവുന്നു. ഓരോ വർഷം തോറും നമുക്ക് സീ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ വേഴ്സണിങ് ഹെൽത്ത് എഫക്ട്സ്, ഡിസ്റപ്ഷൻ ഓഫ് വാട്ടർ സൈക്കിൾ, ചേഞ്ചിങ് ഫോറസ്റ്റ് ആൻഡ് നാച്ചുറൽ ഏരിയാസ്, challenges to agriculture and the food supply, effect of the ozone layer, effect on the ozone layer, effect on oceanic climate. സോ പ്രധാനമായിട്ടും ഗ്ലോബൽ വാർമിംഗ് കാരണം ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഓക്കെ, അത് കാരണം നമുക്കറിയാം പോളാർ ഐസ് മൗണ്ടൻസ് ഒക്കെ എന്താവും, ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ഉരുകിയിട്ട് നമുക്ക് സീ ലെവൽ കൂടും. ദെൻ അഗ്രികൾച്ചറിനൊക്കെ അത് വളരെ ദോഷമായിട്ട് ബാധിക്കും. ഓക്കെ, ദെൻ കൺട്രോൾ ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഓക്കെ, അതായത് ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജി ആർ ടു ബി യൂസ്ഡ്. നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് സോഴ്സ്, കുറച്ചുകൂടെ ഒരു ഗ്രീൻ ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് ടെക്നോളജീസ് ഫോർ റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോളിയം പ്രോഡക്ട്സ് ഇതൊക്കെ കമ്പഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡീസലായാലും പെട്രോളായാലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമുക്കിപ്പോൾ സോളാർ റേഡിയേഷനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ഓൺ എ ലാർജ് സ്കെയിൽ. ഫോറസ്റ്റേഷൻ കൂടുതലായിട്ട് കൊണ്ടുവരിക. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ ഏറ്റവും കൂടുതൽ ചെറുക്കാൻ പറ്റുന്നത് പ്ലാന്റ്സിനാണ്. ഓക്കെ, പ്ലാന്റ്സ് അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കൺസ്യൂം ചെയ്യും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ വാട്ടർ ലോഗിങ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് വെള്ളക്കെട്ടുകളായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ കൂടുതൽ അത്തരത്തിലുള്ള സ്ഥലത്ത് എയറേഷൻ കുറയും.
എയറേഷൻ കുറയുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ വരാനും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവാനുമുള്ള സാധ്യതകൾ കൂടും. ദെൻ റിഡക്ഷൻ ഓഫ് ദ യൂസ് ഓഫ് CFC, ഇത് ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസിന് എഫക്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ആസിഡ് റെയിൻ പാത്വേ. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. ആസിഡ് റെയിൻ അല്ലെങ്കിൽ ആസിഡ് ഡെപ്പോസിഷൻ എന്ന് പറയും. is a broad term that includes any form of precipitation with acidic components. സോ നമുക്കറിയാം SO2, NO2 പോലുള്ള കുറേ ഗ്യാസസ് ഉണ്ട്. ഇതൊക്കെ അസിഡിക് കമ്പോണൻസ് ആണ്. ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോയ്സ്ചർ വഴിയാവാം, വെറ്റ് ഡെപ്പോസിഷൻ ആവാം, അല്ലെങ്കിൽ ഡ്രൈ ഡെപ്പോസിഷൻ ആവാം. ഓക്കെ, ഇപ്പം ഡസ്റ്റും ഇത്തരത്തിലുള്ള മോളിക്യൂൾസും കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഡ്രൈ ഡെപ്പോസിഷൻ ആവാം. സോ ഇതിനെ, ഈ അസിഡിക് കമ്പോണൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. സോ അന്തരീക്ഷത്തിലുള്ള ഇത്തരം SO2, NO2 പോലുള്ള ആൾക്കാരെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് മുതലായ മോളിക്യൂൾസായിട്ട് മാറ്റുമ്പോൾ അത് പിന്നീട് എന്ത് ചെയ്യും? അത് ഗ്രൗണ്ടിലേക്ക് വരും. അതായത് മഴയായിട്ടോ അല്ലാതെ നമുക്ക് ഡ്രൈ ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട് ഇത് ഗ്രൗണ്ട് ലെവലിലേക്ക് വരും. അപ്പോൾ അവിടെ അത് ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും. പ്രധാനമായിട്ടും വെറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് റെയിൻ, സ്നോ, ഫോഗ് എന്നുള്ള കാര്യങ്ങളായിട്ട് വരുമ്പോൾ വെറ്റ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. അതായത് ചെറിയ ചെറിയ ആസിഡ് കണികകളായിട്ട് താഴെ വരാം. ദെൻ ഡ്രൈ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് സ്മോക്ക്, ഡസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് ഡെപ്പോസിഷൻസ് വരുമ്പോൾ അതിനെ ഡ്രൈ ഡെപ്പോസിറ്റ്സ് എന്നാണ് പറയുക. സോ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസിഡിക് കമ്പോണൻസിനെ അതിന് പ്രസിപ്പിറ്റേഷൻ നടക്കുമ്പോൾ നമുക്ക് വെറ്റാണെങ്കിൽ അത് റെയിൻ, സ്നോ, ഫോഗായിട്ട് താഴേക്ക് വരുന്നു. ഡ്രൈ ഡെപ്പോസിറ്റ്സ് ആകുമ്പോൾ അത് സ്മോക്ക്, ഡസ്റ്റ് എന്നുള്ള രീതിയിൽ അത് ഉണ്ടാവും. ഇതിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സോ ആസിഡ് റെയിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് മുമ്പ് ആസിഡ് റെയിനിൻ്റെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന കെമിസ്ട്രി നോക്കാം. സോ ഫോർമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സോ നമ്മൾ പറഞ്ഞു SO2 ഇതാണ് അസിഡിക് കമ്പോണൻറ്റ്. ഈ SO2 മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ H2SO4 ഉണ്ടാവും. SO2 + ½ O2 + H2O gives H2SO4. ദെൻ റിയാക്ഷൻ ഇൻവോൾവിങ് ദ ഫോർമേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൻ്റെ നൈട്രജൻ്റെ പലതരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ടാവും എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇതിൽ N2O5 ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഉണ്ടാവും. സോ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നു, നൈട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഇത് പല രീതിയിൽ ഗ്രൗണ്ടിലേക്ക് വരുന്നു. ദെൻ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. സോ ലിവിങ് തിങ്സിന് പ്രധാനമായിട്ടും പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, അക്വാട്ടിക് ലൈഫ്. ഇതിൻ്റെ ഡ്രോബാക്സ് നോക്കുമ്പോൾ പ്ലാന്റ്സിനാണെങ്കിൽ ഡാമേജസ് ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഡിക്രീസസ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. പൊതുവെ ചെടികളൊക്കെ മണ്ണ് കൂടുതൽ ആൽക്കലൈൻ ആവുമ്പോഴാണ് വേരിന് കൂടുതൽ അതിൻ്റെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നടുമ്പോൾ കുമ്മായൊക്കെ ഇടുന്നത്, മണ്ണ് ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട്. സോ അസിഡിറ്റി കൂടുമ്പോൾ ഇതിൻ്റെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. ദെൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രത്തിങ് ഫോർ ബോത്ത് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ബ്രത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ദെൻ അക്വാട്ടിക് ലൈഫിലാണെങ്കിൽ ഈ റിവറും ബാക്കിയുള്ള വാട്ടർ റിസോഴ്സസ് എല്ലാം തന്നെ അസിഡിറ്റി ആവും. ഓക്കെ, കൂടുതൽ അസിഡിക് ആവും. സോ ഇറ്റ് മേക്സ് ദ റിവർ വാട്ടർ മോർ അസിഡിക്, മേക്കിംഗ് മെറൈൻ ലൈഫ് അൺസസ്റ്റൈനബിൾ. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദെൻ മോണുമെൻറ്റ്സ് ആൻഡ് സ്റ്റാച്യൂസ് ഇങ്ങനെയുള്ളതിലൊക്കെ അതിൻ്റെ അസിഡിക് ഡ്രോപ്ലെറ്റ്സ് വീണിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറും. സോ അത് പ്രധാനമായിട്ടും നമുക്ക് താജ്മഹലിൻ്റെ കാര്യം നമുക്കറിയാം. ഓക്കെ, സോ താജ്മഹൽ ഇങ്ങനെയായിരുന്നു. താജ്മഹൽ ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു പഴയ ഒരു കളറും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഇതാണ്, സൾഫ്യൂരിക് ആസിഡ് പ്ലസ് ഇതിൻ്റെ മാർബിളാണ്, അതായത് കാൽഷ്യം കാർബണേറ്റാണ്
അപ്പോൾ എന്തായി, അത് ഈ റിയാക്ഷൻ നടന്നിട്ട് കാൽഷ്യം സൾഫേറ്റ് പ്ലസ് H2O പ്ലസ് CO2 ഈ ഒരു റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഡിമ്മാവും, പല സ്പോട്ടുകളും ഒക്കെ പ്രത്യക്ഷപ്പെടും. ഇതാണ് ഹാംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ദെൻ ആസിഡ് റെയിനിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. സോ അസിഡിക് കമ്പോണൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ക്ലീൻ കമ്പഷൻ ടെക്നോളജീസ്, അതായത് കമ്പഷൻ ടെക്നോളജിയുടെ ഫലമായിട്ടാണ് ഇത്. കമ്പഷൻ ടെക്നോളജിയിൽ പോരായ്മ ഉള്ളപ്പോഴാണ് ഇതിൻ്റെ പല സൈഡ് പ്രോഡക്റ്റുകളായിട്ടുള്ള SO2, നൈട്രജൻ ഓക്സൈഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. സോ അതിൻ്റെ ക്ലീൻ കമ്പഷൻ ടെക്നോളജീസ്, അതിൻ്റെ അതേ സോഴ്സിൽ തന്നെ, ഉറവിടത്തിൽ തന്നെ അതിനെ മാറ്റുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം ചെയ്യാനുള്ളത്. ദെൻ യൂസിങ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ഈ ഇമേജിൽ കാണുന്ന രീതിയിലുള്ള പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് കോൾ ബൈ നാച്ചുറൽ ഗ്യാസ് ഓർ റിന്യൂവബിൾ എനർജി സോഴ്സസ്. സോ എനർജി സോഴ്സസ് കൂടുതൽ ഗ്രീൻ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ ലൈമിങ് ഓഫ് ലേക്സ് ആൻഡ് സോയിൽസ്. സോ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് ലൈമിങ് ചെയ്യുക. ലേക്സിലും സോയിൽസിലൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മൾ മണ്ണിൽ എന്തെങ്കിലും ഒരു കാര്യം നടുന്നതിൻ്റെ മുമ്പേ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് കുമ്മായ ഇടും, നീറ്റുകക്ക ഇടും പൗഡറായിട്ട്. ഓക്കെ, അതിനാണ് ഈ ലൈമിംഗ് എന്ന് പറയുന്നത്, ടു മേക്ക് ആൽക്കലൈൻ. Then formulate the policy framework for reduction of sulfur dioxide and other acid rain causing gas emissions. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. ഓക്കെ, സോ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ടുള്ള പുതിയ എനർജി ടെക്നോളജീസ് യൂസ് ചെയ്യുക, പൊല്യൂഷൻ കൺട്രോൾ മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ആസിഡ് റെയിനിന് നമുക്ക് സ്വീകരിക്കാനുള്ള കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.